ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച ഐക്കോറ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറി അപ്പത്തിൻ്റെ, ഇടിയപ്പം, അതുപോലെ ചോറ്, ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതൊന്ന് കുതിർന്ന് വരട്ടെ. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 വെളുത്തുള്ളി, 3 ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിരിയൻ മുളക് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ എടുക്കാം കേട്ടോ, എന്നാൽ ഒന്ന് നല്ലൊരു കളറും കൂടി കിട്ടും. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ പുളിവെള്ളത്തിലാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരക്കുമ്പോൾ ആ പുളിവെള്ളം തികയണില്ലെങ്കിൽ വേണമെങ്കിൽ നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. അതെല്ലാം ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഉലുവയും കടുകൊന്നും പൊട്ടിക്കണില്ല. അതൊക്കെ പൊട്ടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ അതൊന്നും പൊട്ടിക്കാതെ നേരെ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. വലിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നേരത്തെ തേങ്ങയുടെ മിക്സ് വെച്ചിരുന്ന ആ പാത്രത്തിൽ തന്നെ എടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ലേശം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീനിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കറിക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി മറിക്കരുത്, മീൻ ഉടഞ്ഞു പോവും. നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് ഈ മീൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തേങ്ങ അരച്ച ഐക്കോറക്കറി റെഡി ആയിട്ടുണ്ട്. മീൻകറി എപ്പോഴും ഉണ്ടാക്കി വെച്ച് അപ്പം തന്നെ കഴിക്കുന്നതിലേറെ ടേസ്റ്റ് കുറച്ച് സമയം പിടിച്ചതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും. കറിക്ക് ഞാൻ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് എങ്ങനെ ആയാലും ഒന്ന് കുറുകി വരും. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തേങ്ങ അരച്ച ഐക്കോറക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.